ഹായ് ഗൈസ്, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് വ്ലോഗിൽ അപ്പവും മുട്ടക്കറി കേൾക്കുമ്പോ തന്നെ എന്തൊരു സുഖമല്ലേ. സാധാരണ ചേച്ചി ലഞ്ച് വ്ലോഗും ഡിന്നർ വ്ലോഗും അല്ലേ ചെയ്യാറ് എന്ന് നിങ്ങൾ ചോദിക്കും. അത് എന്തരെന്നാ, പ്രാതലിന്റെ പരിപാടി അമ്മയുടെ കുത്തകയാണ്. ഇന്നാണെങ്കിൽ അമ്മ നാത്തൂന്റെ വീട്ടിലുമാണ്. അതുകൊണ്ട് തന്നെ ഓൾ ഇൻ ചാർജ് ഞാനാണ്. എന്നാ പിന്നെ പ്രാതലിന്റെ പരിപാടി നിങ്ങളെ കാണിക്കാതെ എനിക്ക് എന്താ ആഘോഷം. മുട്ടക്കറി ഉണ്ടാക്കാൻ ഇരുമ്പേട്ടി ചൂടാക്കി എണ്ണ ഒഴിച്ച് കടുവർത്തു. കടുപൊട്ടി കഴിയുമ്പോഴത്തേന് കുണുകുണ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇടുക. രണ്ട് സാധനം ഉണ്ടാക്കാൻ നല്ല ടൈം എടുക്കും. എന്നാ പിന്നെ അവരങ്ങ് ഒരുമിച്ച് പ്രിപ്പയർ ആവട്ടെ. അപ്പങ്ങളെല്ലാം ഒറ്റയ്ക്ക് ചുട്ടമ്മായി മുട്ടക്കറിയുടെ കാര്യം മറന്നില്ല കേട്ടാ. ഉപ്പിട്ട് സവാള നന്നായിട്ട് വഴറ്റിയതിനു ശേഷം തക്കാളി ഇട്ട് വഴറ്റുന്നുണ്ട്. അവിടെ വഴലിലോട് വഴലിലാണെങ്കിൽ ഇവിടെ മൊരിയലോട് മൊരിയലാണ്. തക്കാളി നന്നായി വഴണ്ട് ചപ്പിളി ചെളിപ്പിളി ആവുമ്പോഴത്തേന് പൊടിയിടൽ ചടങ്ങ് തുടങ്ങും. മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി. മതി മതി മതി, കണ്ട കടച്ചാതി പൊടികളെല്ലാം വാരി ഇടരുത് കേട്ടാ. ചട്ടിയുടെ ചൂടിൽ ഞെരിപിരി കൊള്ളുന്ന പൊടികളിലേക്ക് സ്വല്പം ദാഹജലം എത്തിക്കുക. അതിപ്പോ തേങ്ങാപ്പാലാണെങ്കിൽ കെങ്കേമമായി. എന്നാ പിന്നെ കരിയാപ്പ് മല്ലിയില ഇടാം. എല്ലാം ഇട്ടിട്ട് ഒരു കുറവുണ്ടല്ലോ എന്ന് ആലോചിച്ചപ്പോഴാണ് മുട്ടയിടാൻ മറന്നുപോയി. അങ്ങനെ പുഴുങ്ങിയ മുട്ടയിട്ട് അടച്ചു വെച്ച് ഇനിപ്പൂലും ചൂടാക്കുമ്പോഴത്തേന് സംഗതി ഖലാസ്. സംഭവം ഉഷാറായിട്ടുണ്ടോന്നൊന്ന് പറയണേ. വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ ബൈ.